ചാർമിനാർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മക്ക മസ്ജിദിലേക്കാണ്. 17-ാം നൂറ്റാണ്ടിലാണ് മക്ക മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഹൈദരാബാദിലെ ഏറ്റവും വലിയ മുസ്ലിം ആരാധനാ കേന്ദ്രമാണ് മക്ക മസ്ജിദ്. ഇതാണ് മക്ക മസ്ജിദ്. ഒരേ സമയം 10,000 പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഈ മസ്ജിദിലുണ്ട്. ഹൈദരാബാദിലെ ഏറ്റവും വലിയ മുസ്ലിം പ്രാർത്ഥനാലയമാണ് മക്ക മസ്ജിദ്. മക്ക മസ്ജിദ് എല്ലാ സമയത്തും ഓപ്പണാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും മക്ക മസ്ജിദിലേക്ക് പ്രവേശനമുണ്ട്. അതുപോലെ തന്നെ മക്ക മസ്ജിദിൽ ചെന്ന് എല്ലാവർക്കും പ്രാർത്ഥനകൾ നടത്താം. മക്ക മസ്ജിദ് ഹൈദരാബാദിലെ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഒരു പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ചാർമിനാർ കാണാൻ എത്തുന്നവർ എല്ലാവരും തന്നെ അവിടെ കൂടി സന്ദർശിച്ചിട്ടേ തിരിച്ചു പോകാറുള്ളൂ. മക്ക മസ്ജിദിൻ്റെ മുൻവശത്ത് ഒരുപാട് പ്രാവുകളെ കാണാം. അവിടെ എത്തുന്ന സന്ദർശകർ കൊടുക്കുന്ന തീറ്റ പെറുക്കിയെടുക്കാൻ എത്തുന്ന പ്രാവുകളാണ് അതെല്ലാം. അവ പറന്ന് നടക്കുന്നതും പറന്ന് കളിക്കുന്നതും കാണാൻ നല്ല രസമാണ്. മസ്ജിദിൻ്റെ മുൻവശത്തുള്ള ചെറിയ കുളത്തിൻ്റെ കരയിലാണ് അവയെല്ലാം എപ്പോഴും ഉണ്ടാവുക. ഇതാ ഒന്നിച്ച് പറന്നു വരുന്നത് കാണാൻ അതൊരു നല്ലൊരു കാഴ്ചയാണ്. മക്ക മസ്ജിദിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചാർമിനാർ കാണാൻ പറ്റും. ചാർമിനാറിൻ്റെ 4 ഗോപുരങ്ങളും കാണാം. മക്ക മസ്ജിദിൻ്റെ അകത്തേക്ക് ചെന്നെങ്കിലും അവിടെയുള്ള ഫോട്ടോകളൊന്നും എടുത്തില്ല. ഒരുപാട് ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുകയുണ്ടായി. ഞാനും കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്തു. പിന്നീട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ്.